സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്വത്വത്തിൻ്റെ വ്യാഖ്യാനം പഠിക്കുന്നതിന് മുൻപായിട്ട് ധ്യാനത്തെക്കുറിച്ച് അല്പം അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ സ്വത്വത്തിലും ധ്യാനം എന്ന കാര്യം വരുന്നതാണ്. അതിനു മുൻപായിട്ട് നമ്മൾ സ്വത്വം പഠിപ്പിക്കുന്നതിനും മുൻപ് നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഭ്യാസം നമ്മൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മൾ വിപശ്യന ധ്യാനം അഭ്യസിക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ആനാപാന ധ്യാനം, മൈത്രി ധ്യാനം, അങ്ങനെ ഏതെങ്കിലും ധ്യാനം അഭ്യസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ധ്യാനയ്ക്കാണ്. ധ്യാന എന്ന് പറയുമ്പോൾ ധ്യാനത്തിൻ്റെ പാലി വാക്കാണ് ധ്യാന എന്നുള്ളത്. ബുദ്ധൻ 8 തരത്തിലുള്ള ധ്യാനത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാന പഠിപ്പിക്കുന്നത് ബന്ദേ വിമലാരംസി എന്ന ഭിക്ഷുവാണ്. അതിൻ്റെ വെബ്സൈറ്റും ഞാൻ താഴെ തരുന്നതാണ്. നിങ്ങൾക്ക് നോക്കി അത് അഭ്യസിക്കാവുന്നതാണ്. അതിനു മുൻപ് ഈ ധ്യാന എന്താണ്, എങ്ങനെയാണ് അതിൽ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ബുദ്ധൻ ധ്യാനത്തെക്കുറിച്ച് പറയുന്ന സമയത്തും എങ്ങനെയാണ് ആ ധ്യാനം അഭ്യസിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി എങ്ങും പരാമർശം കാണുന്നില്ല. നമ്മൾ സൂത്രങ്ങളെല്ലാം വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു ഹിൻഡ് കിട്ടും എന്നല്ലാതെ അതിൻ്റെ ശരിയായിട്ടുള്ള വഴി എങ്ങനെയാണെന്ന് നമ്മൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ശരിയായിട്ടുള്ള വഴി എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന വഴികളിലൂടെ പോവുക മാത്രമേ രക്ഷയുള്ളൂ. ധ്യാന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഏതെങ്കിലും സാധന അഭ്യസിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ ആനാപാന, അതായത് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ശ്വാസം, അല്ലെങ്കിൽ മൈത്രി. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് നമ്മൾക്ക് ധ്യാന തുടങ്ങാവുന്നതാണ്. അതുകൂടാതെ മറ്റനേകം വസ്തുക്കളിലൂടെയും നമ്മൾക്ക് ധ്യാന തുടങ്ങാവുന്നതാണ്. ധ്യാന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ 5 നീവരണങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതായത് ധ്യാനത്തിൽ നമ്മുടെ 5 ശത്രുക്കളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കാമച്ഛന്തം. കാമച്ഛന്തം എന്ന് പറയുന്ന സമയത്ത് രാഗം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് വിളിക്കാം. അതായത് ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് എന്നുള്ള വിചാരങ്ങൾ, അതിനെയാണ് കാമച്ഛന്തം എന്ന് പറയുക. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി വരും. എനിക്കത് വേണം എന്നുള്ള ചിന്തകൾ വരും. ഇതിനെയാണ് രാഗം എന്ന് പറയുക. ഇത് നമ്മുടെ ശത്രുവാണ്. രണ്ടാമത്തത് ദ്വേഷം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ വസ്തുവിനോടോ നമ്മൾക്ക് ദ്വേഷമുണ്ടാകും. ഇതിനെയാണ് വ്യാപാദം എന്ന് പറയുന്നത്. അടുത്ത ശത്രു ഉദ്ദച്ച കുക്കുച്ചം എന്ന് പറയും. അതായത് ഇരിക്കപ്പുറതിയില്ലായ്മ. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ്, നമ്മൾക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ ധ്യാനം നമ്മൾ ചെയ്യില്ല. നാലാമത്തെ ശത്രു എന്ന് പറയുന്നത് ധീനമിഥ. അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ആലസ്യം വരും, ഉറക്കം വരും. ശരീരത്തിലും ആലസ്യം, മനസ്സിലും ആലസ്യം. അടുത്തതായിട്ട് വിചികിത്സ അല്ലെങ്കിൽ സംശയം. നമ്മൾക്ക് പല തരത്തിലുള്ള സംശയങ്ങൾ വരും. ഈ ധ്യാനം ശരിയാണോ, ബുദ്ധൻ പറയുന്നത് ശരിയാണോ, ധർമ്മം പറയുന്നത് ശരിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഈ 5 നീവരണങ്ങളെയും ഒഴിവാക്കാതെ നമ്മൾക്ക് ഒരിക്കലും ധ്യാനത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു നേരത്തെ, ഇന്ത്യയിൽ ഇപ്പോൾ ധ്യാനം പഠിപ്പിക്കുന്നത് ബന്ദേ വിമലാരംസി മാത്രമാണ്. അദ്ദേഹം ഇതിന് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഈ 5 നീവരണങ്ങളിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. ആ 5 നീവരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപായത്തിനെ അദ്ദേഹം 6R എന്ന് വിളിക്കുന്നു. അതായത് R, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ R എന്ന അക്ഷരം, അത് 6R എന്ന് പറയും. അതായത് റെക്കഗ്നൈസ്, റിലീസ്, റിലാക്സ്, റീസ്മൈൽ, റിട്ടേൺ, റിപ്പീറ്റ്. ഇതിൻ്റെ ചുരുക്ക രൂപമാണ് R എന്നുള്ളത്. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്നില്ലെങ്കിൽ കാമച്ഛന്തം വന്നു, അല്ലെങ്കിൽ വ്യാപാദം വന്നു, ഇഷ്ടമുള്ള ചിന്തകൾ വന്നു, ഇഷ്ടമില്ലാത്ത ചിന്തകൾ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ആദ്യത്തെ റെക്കഗ്നൈസ്, തിരിച്ചറിയുക. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, രാഗചിന്ത വന്നു. അടുത്തത് റിലീസ്, ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുക. ഒരിക്കലും അതിനെ പിടിച്ചു നിൽക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വിടുന്നതിനെ പറ്റി ഒരുപാട് വാക്കുകൾ അവിടെയുണ്ട്. മുക്തി, അനാലയോ, പജഹത, അങ്ങനെ ഒരുപാട്
വാക്കുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മളതിനെ റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിലാക്സ്. അതായത് ഈ ചിന്ത വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും തലയിലും എല്ലാം ഒരു സമ്മർദ്ദം ഉണ്ടാകും. കാരണം അതിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ ഉള്ളതാണ്. കാമച്ഛന്ത അല്ലെങ്കിൽ വ്യാപാത നമ്മുടെ ശരീരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ആ ഭാരത്തെ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ആ ടെൻഷനെ നമ്മൾ വിൽഫുള്ളി നമ്മൾ റിലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ അയച്ചു വിടണം. തലയിലൊരു ടെൻഷൻ പോലെ വരും, അപ്പോൾ നമ്മളതിനെ അയച്ചു വിടണം. അതാണ് റിലാക്സ്. അത് കഴിഞ്ഞിട്ട് റീസ്മൈൽ, എന്നിട്ട് പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരി വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം റിട്ടേൺ, വീണ്ടും ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. റിപ്പീറ്റ്, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതാണ് 6R എന്ന് പറയുന്ന കാര്യം. ഈ 6R എന്ന് പറയുന്നത് സമ്മാവായാമോ, അതായത് ശരിയായിട്ടുള്ള വ്യായാമത്തിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ഈ 6R എന്ന് പറയുന്നത്. അകുശലധർമ്മത്തെ നമ്മൾ ഒഴിവാക്കുന്നു, കുശലധർമ്മത്തെ നമ്മൾ കൊണ്ടുവരുന്നു. അതാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. ഹാസ്യപന്യോ എന്ന് പറയും, അതായത് ലാഫിംഗ് വിസ്ഡം എന്ന് പറയും. അതായത് നമ്മൾക്ക് മനസ്സിലായി ഇത് എൻ്റെ അല്ല, ഞാനല്ല, ഉടൻ തന്നെ നമ്മളതിന് വിട്ടു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പുഞ്ചിരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ ധ്യാനത്തിൽ അങ്ങനെ ഈ 6Rലൂടെ ഈ 5 നീവരണങ്ങളെയും ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ധ്യാനത്തിൽ പ്രവേശിക്കും. അപ്പോൾ ധ്യാനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒരു വാക്ക് ഭഗവാൻ പറയുന്നുണ്ട്. വിവിച്ച കാമേഹി വിവിച്ച അകുശല ധമ്മേഹി. അതായത് ഈ ധ്യാനം എന്ന് പറയുന്നത് അവിടെ കാമചിന്തകൾ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൂടാതെ അകുശല ചിന്തകൾ അവിടെ ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ധ്യാനത്തിലല്ല എന്ന അർത്ഥം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്നത്. അതായത് ധ്യാനത്തിൽ ചിന്തകൾ ഉണ്ടാകില്ല, അതിനാൽ അവിടെ അകുശല ധർമ്മവും ഇല്ല. ഇനി നമ്മൾ 8 ധ്യാനങ്ങളിലൂടെ മുന്നേറണം. അപ്പോൾ ആദ്യത്തെ ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ 5 ധ്യാനത്തിൻ്റെ അംഗങ്ങൾ നമ്മൾക്ക് പ്രകടമാകും. 1 വിതർക്ക വിചാരം, പീതി, സുഖം, ഏകാഗ്രത. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഇതിലെന്താണ് വിതർക്ക വിചാരം? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ആനാപാനയിലൂടെ നമ്മൾ മുന്നേറുകയാണെന്ന് വിചാരിക്കുക. ആ ശ്വാസം, അതാണ് അവിടെ വിതർക്കം അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ്. വിചാരം എന്ന് പറയുന്നത് ആ ശ്വാസത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മളുടെ മനസ്സിൻ്റെ വിചരണം. അതിനെയാണ് വിതർക്ക വിചാരം എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ ധ്യാനത്തിൽ നമ്മൾ ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ നിൽക്കുകയാണ്. വിതർക്ക വിചാരം ഉണ്ടാവും. പിന്നെ പീതി, മനസ്സിൽ ഒരു ആനന്ദമുണ്ടാവും, അതിന് പീതി എന്ന് പറയും. അടുത്തത് സുഖം, ശരീരത്തിലൊരു സുഖമുണ്ടാവും. അതുകൂടാതെ 5ാമത്തത് ഏകാഗ്രത. ഇവിടെ ഏകാഗ്രത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ അല്ല, നമ്മൾ ധ്യാനത്തിലേക്ക് ആ ഏക അഗ്രത്തിലേക്ക് നീങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ വീണ്ടും മുന്നേറുകയാണെങ്കിൽ നമ്മൾ 2ാമത്തെ ധ്യാനത്തിലെത്തും. 2ാമത്തെ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് വിതർക്ക വിചാരം അവിടെ ഉണ്ടാകില്ല. കാരണം നമ്മൾ സ്ഥൂല സത്യങ്ങളിൽ നിന്ന് സൂക്ഷ്മ സത്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ വിതർക്കം വിചാരം എന്ന് പറയുന്നത് രണ്ടും സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആനാപാന അല്ലെങ്കിൽ നമ്മൾ മൈത്രി അഭ്യസിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം വെർബലൈസേഷൻ നടത്തും. ഞാൻ സുഖിമാനാകട്ടെ, ബാക്കിയുള്ള ജീവികൾ സുഖമാൻ ആവട്ടെ എന്ന് പറഞ്ഞാൽ വെർബലൈസേഷൻ നമ്മൾ അവിടെ നിർത്തും. അതായത് ഈ മനസ്സുകൊണ്ട് അതിനെ ഉച്ചരിക്കുന്ന നമ്മൾ അവിടെ അതിനെ നിർത്തും. അപ്പോഴാണ് നമ്മൾ വിതർക്ക വിചാരം സമാപ്തമായി നമ്മളുടെ മനസ്സിൻ്റെ ആ ശ്രദ്ധ മൈൻഡിലുള്ള പ്രീതിയിലായിരിക്കും, ആ സമയത്ത് ആനന്ദത്തിലായിരിക്കും. കാരണം ഈ സ്ഥൂലമായിട്ടുള്ള ഈ വസ്തുവിനെ നമ്മൾ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ ആനന്ദത്തിലായി. അപ്പോൾ നമ്മൾ പീതി 2ാമത്തെ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് വിതർക്ക വിചാരം മുഴുവൻ പോയിട്ട് അവിടെ 3 അംഗങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ: പീതി, സുഖം, ഏകാഗ്രത. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നേറുമ്പോൾ 3ാമത്തെ ധ്യാനത്തിലെത്തുമ്പോൾ അവിടെ മനസ്സിൻ്റെ പ്രീതിയും സമാപ്തമാകും, ശരീരത്തിൽ സുഖവും അതേപോലെ തന്നെ ഏകാഗ്രതയും ഉണ്ടാകും. 4ാമത്തെ ധ്യാനത്തിൽ ആ സുഖവും സമാപ്തമാവും, മനസ്സിൽ ഏകാഗ്രത മാത്രമുണ്ടാവും. അത് കഴിഞ്ഞ് 5ാമത്തെ ധ്യാനം മുതൽ 8ാമത്തെ ധ്യാനം വരെ അരൂപ ധ്യാനമാണ്. അതായത് ശരീരവുമായിട്ട് അതിന് അധികം സംബന്ധമില്ല, മനസ്സിനായിട്ടാണ് സംബന്ധം. അതുകൊണ്ടാണ് അതിനെ അരൂപ ധ്യാനം എന്ന് പറയുന്നത്. 5ാമത്തെ ധ്യാനത്തിൽ അനന്ത ആകാശം, അതായത് നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ മനസ്സ് എക്സ്പാൻഷൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വിസ്തൃതമാകുന്നത് പോലെയുള്ള ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. 6ാമത്തെ ധ്യാനം അനന്തവിജ്ഞാനം, അതായത് നമ്മുടെ ആ വിജ്ഞാനം എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് ആ വിജ്ഞാനം അനന്തമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ആ വിജ്ഞാനം മാത്രം നമ്മൾ കാണാൻ തുടങ്ങും.
ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ഏതെങ്കിലും വരികയാണെങ്കിൽ ആ തോട്ട്സിനെ നമ്മൾ തോട്ട്സ് ആയിട്ടായിരിക്കും കാണുക. പക്ഷേ ഈ അവസ്ഥയിൽ അതിന് മുഴുവൻ ടോട്ടലായിട്ട് വൈബ്രേഷനായിട്ടായിരിക്കും കാണുക. ടോട്ടൽ വൈബ്രേഷനായിരിക്കും, ചിന്തകളായിരിക്കില്ല. ചിന്തകൾ അടക്കം വൈബ്രേഷനായിട്ട് മാറും. ഏഴാമത്തെ ധ്യാനം എന്ന് പറയുന്ന സമയത്ത് നത്തികിഞ്ചി, അതായത് അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കാരണം അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ചിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അവിടെ സെൻസേഷൻ ടോട്ടലായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ധ്യാനം നേവസഞ്ജ നാസഞ്ജായതന, അതായത് സംഖ്യ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു അവസ്ഥ, സംഖ്യ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ തിരിച്ചറിയാനുള്ള ആ കഴിവിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ സംജ്ഞ വേദന നിരോധം, അതായത് ഈ സംഖ്യയും അതേപോലെ തന്നെ എല്ലാ സംവേദനയും ടോട്ടലായിട്ട് നിൽക്കും. ടോട്ടൽ സെസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിരോധ സമാപത്തി എന്ന് പറയാം. അതിൽ നിന്ന് വെളിയിൽ വരുന്ന സമയത്താണ് നമ്മൾ നിബ്ബാണത്തെ കാണുന്നത്. അതായത് ആ ടോട്ടലായിട്ടുള്ള സൈലൻ്റ് ആയിരുന്ന സ്ഥിതി, അതായത് മനസ്സ് ടോട്ടലായിട്ട് നിന്നതിന് ശേഷം പിന്നെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ മാത്രം നമ്മൾ പഠിച്ച സമുത്പാദം, അതായത് എങ്ങനെയാണ് ഈ ദുഃഖം തുടങ്ങുന്നത്, എങ്ങനെയാണ് നമ്മുടെ മനസ്സ് കളങ്കിതമാവുന്നത്, എങ്ങനെ അതിൽ നിന്ന് വെളിയിൽ വരാം, ഈ 2 മാർഗ്ഗങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഒന്ന് ദുഃഖത്തിലേക്കുള്ള പാത, ഒന്ന് ദുഃഖവിമുക്തിക്കുള്ള പാത. ഇത് നമ്മുടെ അനുഭവത്തിൽ വരും. ഇതിനെയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയല്ല, ഈ ഒരു അറിവ് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്, അതിനെയാണ് നമ്മൾ നിർവ്വാണം എന്ന് പറയുന്നത്. ഈ ധ്യാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളുണ്ടാവും. അതിനു മുൻപ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബുദ്ധൻ 2 തരത്തിലുള്ള സുഖങ്ങളെക്കുറിച്ച് സൂത്രങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖം, കണ്ണിലൂടെ, കാതിലൂടെ, നാവിലൂടെ, അതേപോലെ തന്നെ സ്പർശത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സുഖം, ഇന്ദ്രിയ സുഖം. ഇതിന് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഒന്ന് മിൽഹാ സുഖം, 2 അനരിയ സുഖം, 3 പുതുജന സുഖം, ഭായദബ്ബോ, ഇതിനെ ഭയപ്പെടേണ്ടതുണ്ട്. ഇവിടെ അനരിയ സുഖം എന്ന് പറയുമ്പോൾ അനാര്യർ, അതായത് അനാടി, പണ്ടത്തെ എന്ന് പറയുന്നത് ആര്യർ എന്ന് പറയും, മുക്തി കിട്ടിയവർ. ഇവിടെ അനാര്യർ, മുക്തി കിട്ടാത്ത ആൾക്കാർക്കുള്ള സുഖം, അതിനെയാണ് അതെന്ന് പറയുന്നത് അനരിയ സുഖം. പുതുജന സുഖം എന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികൾക്കുള്ള സുഖം. ഭായദബ്ബോ, ഇതിനെ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനം നടക്കുന്നത് ഇവിടെയാണ്. തൃഷ്ണയുടെ നമ്മൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും പ്രിയത്തിൽ നിന്നാണ് തൃഷ്ണ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധൻ ഇതിനെ ഒരിക്കലും ആസ്വദിക്കരുത് എന്ന് പറയുന്നത്. ആദിനവോ, ഭയാനകമായിട്ടുള്ള അവസ്ഥ എന്നാണ് ഭഗവാൻ ബുദ്ധൻ ഇതിനെ വിവരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്ന സമയത്ത് ധ്യാനത്തിൽ അനുഭവിക്കുന്ന സുഖം, അതായത് അതിൽ അനുഭവിക്കുന്ന പീതി, സുഖം തുടങ്ങിയവ, ഇതിന് ഭഗവാൻ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ആര്യസുഖം, അതായത് മുക്തി കിട്ടിയവർക്ക് കിട്ടുന്ന സുഖം. 2 അനവജ്യ സുഖം, അതായത് നമ്മൾ അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടിയ സുഖമല്ല. സംബോധി സുഖം, അതായത് ഈ സുഖം നമ്മളെ സംബോധി അല്ലെങ്കിൽ മുക്തിയിലേക്ക് കൊണ്ടുപോകും. ഉപശമസുഖം, അതായത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയാൽ കിട്ടുന്ന സുഖം. ന ഭായദബ്ബോ, ഇതിന് ഒരിക്കലും ഭയപ്പെടരുത് എന്നാണ് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് സാധകന്മാർ അല്പം ധ്യാനത്തിൽ മുന്നേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ തരത്തിലുള്ള സുഖ അനുഭവങ്ങൾ കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ ധ്യാന ഗുരുക്കന്മാർ അവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഒരിക്കലും ഈ സുഖം അനുഭവിക്കരുത്, ഇത് പ്രശ്നമാണ് എന്നെല്ലാം പറയും. പക്ഷേ നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. ധ്യാനത്തിൽ കിട്ടുന്ന സുഖം ഇത് നല്ല സുഖമാണ്. തീർച്ചയായിട്ടും അതിനെ ഭാവിതബ്ബോ ബഹുലീകതബ്ബു, അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഭാവന ചെയ്യണം, അതിനെ വർദ്ധിപ്പിക്കണം. അങ്ങനെ നമ്മൾ അതിലേക്ക് നമ്മൾ പോകണം. എന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദുഃഖവും സുഖവും രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അതായത് ഈ നമ്മൾ ധ്യാനത്തിൽ സുഖം കിട്ടുന്ന സമയത്തും നമ്മൾ അതിൻ്റെ അനിത്യബോധത്തെ നമ്മൾ മറക്കാൻ പാടില്ല, അതിനെ നോക്കിക്കൊണ്ടേയിരിക്കണം. വന്നു, വളരെ നല്ല കാര്യം, കാരണം തീർച്ചയായിട്ടും ഇത് വരിക തന്നെ വേണം. കാരണം ഇത് ബോധിയുടെ അംഗങ്ങളാണ്, ബോധ്യാംഗം എന്ന് പറയും. അതിലെയാണ് ഈ പീതി പ്രസദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് രണ്ടും ബോധ്യാംഗമാണ്.
അതായത് മുക്തിയുടെ അംഗങ്ങളാണ് ഇത്. അതിനാൽ ഇതിനെ ഒരിക്കലും ഭയപ്പെടരുത്. ഈ ധ്യാനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും തെറ്റിദ്ധാരണ പരത്തിയ ഒരു വ്യക്തിയാണ് ബുദ്ധഘോഷൻ. ബുദ്ധഘോഷൻ ഒരു പുസ്തകം എഴുതി, വിശുദ്ധി മാർഗം എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകം വളരെ പ്രസിദ്ധമായിട്ടുള്ള തേരാവാദ സൊസൈറ്റിയിൽ ഒരുപാട് പ്രസിദ്ധമായി, തേരാവാദ ബുദ്ധിസത്തിൽ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധി മഗ്ഗ. ഈ പുസ്തകം എഴുതിയ ബുദ്ധഘോഷൻ എന്ന വ്യക്തി ഒരിക്കലും ധ്യാനം ചെയ്തിരുന്നൊരു വ്യക്തിയല്ല. ആ വ്യക്തി ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു, വേദങ്ങളുടെ അധ്യയനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൂടാതെ പാലിയിലും അദ്ദേഹത്തിന് നല്ല ഒരു അറിവുണ്ടായിരുന്നു. ധ്യാനം ചെയ്യാത്ത ഒരു വ്യക്തി ധ്യാനത്തെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹം പ്രധാനമായിട്ടും കമൻട്രി അത് വായിച്ചിട്ടാണ് അദ്ദേഹം ആ പുസ്തകം രചിച്ചത്. അതിൽ സമത വിപശ്യന എന്നതിനെ രണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പരിഗണിച്ചത്. അതായത് സമത എന്ന് പറയുന്നത് ഒന്നും, വിപശ്യന എന്ന് പറയുന്നത് വേറൊന്നും. അതായത് അദ്ദേഹം ധ്യാനത്തെ സമതയിൽപ്പെടുത്തി. അതിൽ നിന്ന് ഒരിക്കലും മുക്തി കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് എല്ലാ കൺഫ്യൂഷനും കാരണം ചില സൂത്രങ്ങളിൽ ബുദ്ധൻ തൻ്റെ പ്രീവിയസ് ധ്യാന എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് അദ്ദേഹം സംബോധി കിട്ടുന്നതിന് മുൻപ് ആലാര കലാമൻ്റെ അടുത്ത് പോയിട്ട് 7ാമത്തെ ധ്യാനം അഭ്യസിച്ചു. നത്തികിഞ്ചി, ഒന്നുമില്ല, ആ ധ്യാനം അഭ്യസിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് തൃപ്തി കിട്ടിയില്ല. ഉദ്ദകരാമപുത്തൻ്റെ അടുത്ത് പോയിട്ട് 8ാമത്തെ ധ്യാനവും അഭ്യസിച്ചു. നേവസന്യ നാസന്യായതന, ആ ധ്യാനവും അഭ്യസിച്ചു. ആ ധ്യാനം അഭ്യസിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി കിട്ടിയില്ല. കാരണം അദ്ദേഹം നോക്കി, ഇതുകൊണ്ട് എനിക്ക് സംബോധിയോ അല്ലെങ്കിൽ സമാധാനമോ ശാന്തിയോ ഒന്നും തന്നെ ലഭിച്ചില്ല. മനസ്സിലുള്ള വികാരങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. അതിനാൽ ഈ ധ്യാനങ്ങൾ ഒരിക്കലും എന്നെ മുക്തിയിലേക്ക് നയിക്കില്ല എന്ന് അദ്ദേഹം ബോധ്യമായി. അതിനുശേഷം ആ ധ്യാനത്തെ അദ്ദേഹം ഉടൻ തന്നെ ഉപേക്ഷിച്ചു. പക്ഷേ ആ സൂത്രത്തിൽ തന്നെ ബുദ്ധൻ സ്വന്തം ചെറുപ്പകാലത്തുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം വീണ്ടും റീകളക്ട് ചെയ്യുകയാണ്. അതായത് ചെറുതായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാജാവ് വയലിൽ ഉഴുതുന്ന സമയത്ത്, ഒരു മരച്ചോട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സുഖകരമായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇതായിരിക്കുമോ മുക്തിക്കുള്ള വഴി? കാരണം ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള സുഖം ഒരിക്കലും ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഖമല്ല. മനസ്സിൻ്റെ സ്വാഭാവിക അവസ്ഥ ഉജ്ജ്വലമാണ്, പ്രകാശകരമാണ്, ശാന്തിയും സമാധാനവും നിറഞ്ഞാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ പബ്ഭാസര ചിത്തം എന്ന് പറയുന്നത്. അതായത് ശുദ്ധമായിട്ടുള്ള മനസ്സ്, അത് പ്രകാശമാനമാണ്. പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ഒരു പ്രകാശമല്ല, അത് ഉജ്ജ്വലമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന ഈ അഴുക്കുകളെ കൊണ്ട് അതിനെ അഴുക്കാക്കിയ കാരണം നമ്മൾക്കതിൻ്റെ സുഖവും ശാന്തിയും തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. പക്ഷേ ധ്യാനങ്ങളിലൂടെ നമ്മൾ മുന്നേറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ പുറത്തു വരുന്നു. അതാണ് നമുക്ക് പ്രീതിയായിട്ടും സുഖമായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പോൾ ബുദ്ധന് ആ പണ്ടത്തെ കാര്യം ഓർമ്മ വരികയും എന്നിട്ട് അതേ സൂത്രത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു. അതായത് ഈ 7ാമത്തെ ധ്യാനവും 8ാമത്തെ ധ്യാനവും പഠിച്ച് ഉപേക്ഷിച്ചതിന് ശേഷം, ഈ കാര്യം ഓർമ്മ വന്നതിന് ശേഷം ബുദ്ധൻ വീണ്ടും ധ്യാനം ചെയ്യുന്നു. 1, 2, 3, 4 4ാമത്തെ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉടൻ തന്നെ പൂർവ്വജന്മങ്ങളുടെ സ്മൃതിയും അതേപോലെ തന്നെ ഈ ജീവികളുടെ ജന്മമരണ കാര്യങ്ങളും അതേപോലെ തന്നെ നിർവ്വാണവും അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ 2 ധ്യാനങ്ങൾ തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? അദ്ദേഹം അഭ്യസിച്ച ധ്യാനവും പിന്നീട് അദ്ദേഹം ഓരോ സൂത്രത്തിലും പറയുന്ന ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യം അദ്ദേഹം അഭ്യസിച്ച ധ്യാനം എന്ന് പറയുന്നത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു. അതായത് ചിത്തത്തെ വെറുതെ ഏകാഗ്രമാക്കി വയ്ക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2ാമത്തെ ധ്യാനം എന്ന് പറയുന്നത് അതിലെ അനിത്യം, ദുഃഖം, അനാത്മകത, ഇത് 3ഉം മനസ്സിലാക്കിക്കൊണ്ടുള്ള ധ്യാനമായിരുന്നു. അതായത് ഈ ധ്യാനത്തിൽ വിപശ്യന ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അഭ്യസിച്ചത്. അതാണ് ആദ്യത്തെയും 2ാമത്തെയും ധ്യാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധൻ സ്വന്തം ജീവിതകാലത്തിൽ 84,000 ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ
നിർവ്വാണത്തിനുള്ള വഴിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറയുന്നത് ധ്യാനത്തെക്കുറിച്ചാണ്. അതായത് 4000-ലേറെ ഉപദേശങ്ങൾ ധ്യാനത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് മൈത്രിയെക്കുറിച്ചിട്ടാണ്. അതും ആയിരക്കണക്കിന് സൂത്രങ്ങൾ നമ്മൾക്ക് മൈത്രിയെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഭജനയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം 100-ൽ കുറവ് സ്ഥലങ്ങളിലാണ് വിഭജനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിൽ 80 പ്രാവശ്യവും അദ്ദേഹം അതിനോട് സമത ചേർത്തിട്ടാണ് പറയുന്നത്. സമത ച വിഭജന, അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സമതയും വിഭജനയും ഒരുമിച്ചിട്ട് ചേർത്തിയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഈ ധ്യാന എന്ന് പറയുന്ന കാര്യം. സമത വിഭജനയാണ്. അതായത് സമതയും അതേപോലെ തന്നെ വിഭജനയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. ശരിയായിട്ട് ധ്യാനത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നുള്ള അറിവ് ബുദ്ധനുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ അറിവ് വിലുപ്തമായിട്ട് പോയി. ഇന്ന് സൂത്രത്തിൽ എവിടെയും ആ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ധ്യാന ഗുരുവിൻ്റെ സഹായം തേടേണ്ടി വരുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള കുറവുകളും ഉണ്ടാകാം. എങ്കിലും നമ്മൾക്കറിയാവുന്ന തരത്തിൽ നമ്മൾ ധ്യാനം പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സൂത്ത പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭഗവാൻ ബുദ്ധൻ്റെ വചനങ്ങൾ എത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.